ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്ലാസ്സിൽ എന്താണ്? അഡിഷനാണ് നമ്മൾ പഠിക്കുന്നത്, അതായത് സംഖ്യകൾ കൂട്ടാനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആദ്യം നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 25 + 13 ആണ് അല്ലേ? എന്താണ്? 25 + 13. സോ ആദ്യം 5ഉം 3ഉം കൂടി കൂട്ടാം. 5ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 8 കിട്ടും അല്ലേ? അടുത്തത് എന്താണ്? അടുത്തത് 2ഉം 1ഉം കൂടി കൂട്ടാം. അപ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. 38 ആണ് ഇതിൻ്റെ ആൻസർ. ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലേ? ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് നമുക്ക് വേഗം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 62 + 43 എന്താണ്? 62 + 43. സോ ഫസ്റ്റ് ഏത് സംഖ്യകളാണ് ആഡ് ചെയ്യേണ്ടത്? 2ഉം 3ഉം. എന്താണ്? മുകളിലെ 2ഉം താഴത്തെ 3ഉം. അപ്പോൾ 2ഉം 3ഉം എത്രയാണ്? 5 ആണ്. അടുത്തതാ 6ഉം 4ഉം എത്രയാണ്? 10 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 105 ആണ് നമ്മുടെ ആൻസർ. അടുത്തത് 8 പിന്നെന്താണ്? 4. 8ഉം 4ഉം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 8 കഴിഞ്ഞാൽ 9, 10, 11, 12. എത്രയാണ് കിട്ടിയ? 12 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ 12 അങ്ങനെ പടി ഇവിടെ എടുത്ത് എഴുതാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? 12ൻ്റെ 2, അതായത് എന്താണ്? 2 ഇവിടെ എഴുതിയിട്ട് 12ൻ്റെ 10th പ്ലേസ് എവിടെ എഴുതണം? മുകളിൽ ശിഷ്ടമായിട്ട് ഇവിടെ കൊടുക്കണം. ഇപ്പോഴാണ് ഞാൻ ഓർക്കണേ. പ്ലേസ് വാല്യൂസ് ഒന്ന് ആദ്യം നമുക്കൊരു ഇൻട്രൊഡക്ഷനിൽ എന്താണ് പ്ലേസ് വാല്യൂസ് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു പ്ലേസ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളൊരു സംഖ്യ എഴുതുമ്പോൾ ഈ ആദ്യത്തെ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒറ്റ അഥവാ വൺസ്. ഇംഗ്ലീഷിൽ എന്താണ്? വൺസ് എന്ന് പറയും, മലയാളത്തിൽ ഒറ്റ എന്ന് പറയും. നെക്സ്റ്റ് എന്താണ് വരുന്നത്? 10 അഥവാ ടെൻസ്. പിന്നീട് വരുന്നതാണ് എന്ത്? 100s അഥവാ എന്ത്? 100. പിന്നെന്താണ്? 1000 അഥവാ തൗസൻഡ്സ്. പിന്നെ അങ്ങോട്ട് എന്താണ്? 10,000, ലാക്ക്, അങ്ങനെ പോകും. ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്? ഒറ്റ, 10, 100, 1000. എന്താണ്? വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്. ഇങ്ങനെയാണ് വാല്യൂസ് പോകുന്നത്. അപ്പോൾ നമ്മളൊരു നമ്പർ എഴുതേണ്ടത് എങ്ങനെയാണ്? നമ്പർ എഴുതേണ്ടതല്ല, നോക്കേണ്ടത് റൈറ്റിൽ നിന്നാണ്. ഇതാണ് ഒറ്റ, പിന്നെ ഇത് 10, ഇത് 100, ഇത് 1000. അങ്ങനെ വേണം നമ്മൾ നോക്കാൻ. അല്ലാതെ ഇവിടെ നിന്ന് എന്താണ് 1000, 100, 10, ഒറ്റ അങ്ങനെ നോക്കാം. പക്ഷെ നമ്മൾ എന്താണ് ബേസിക്കായിട്ട് ഒറ്റ, 10, 100, 1000 അങ്ങനെയാണ് നോക്കേണ്ടത്. ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ നിന്ന് ഒറ്റ, 10, 100, 1000 എന്ന് നോക്കരുത്. എവിടെ നിന്നാണ് എപ്പോഴും തുടങ്ങേണ്ടത്? റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്പേഴ്സ് വായിച്ചു തുടങ്ങേണ്ടത്. നമ്മൾ എഴുതണത് എന്താണ്? ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്കാണ്. പക്ഷേ നമുക്ക് പ്ലേസ് വാല്യൂസ് നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? 38 + 54 ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? 8ഉം 4ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 12 കിട്ടും. 12 കിട്ടുമ്പോൾ അതിൻ്റെ വൺസ് അഥവാ ഒറ്റയുടെ സ്ഥാനം നമ്മൾ എന്ത് എഴുതുക? ആൻസറിലേക്ക് എഴുതുക. ശിഷ്ടം വന്ന ടെൻസ് എന്താണത്? ശിഷ്ടമായിട്ട് എന്ത് എഴുതുക? 3ന് കൊടുക്കുക. ശിഷ്ടമായിട്ട് 3ന് കൊടുക്കുക. അപ്പോൾ 3 എന്തായി? 4ആയിട്ട് മാറും അല്ലേ? 3നോട് 1 കൂട്ടുമ്പോൾ എത്രയാവും? 4 ആവും. ഇനി അടുത്തത് 4നോട് നമുക്ക് എന്താണ്? ഈ 5 കൂട്ടുക. സാധാരണ ഇപ്പോൾ ചെയ്ത പോലെ എന്താണ്? 5 കൂട്ടുക. അപ്പോൾ 4നോട് 5 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 6, 7, 8, 9. എത്ര കിട്ടും? 4ഉം 5ഉം 9 കിട്ടും. അപ്പോൾ എത്രയാണ് ആൻസർ? 92 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എന്താണ്? 69 + 28 ആണ്. 69 + 28. ഇതിൽ 9ഉം 8ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 9ഉം 8ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 17 ആണ് 9ഉം 8ഉം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ എന്ത് എഴുതണമെന്നാണ് ആദ്യം പറഞ്ഞത്? വൺസിൻ്റെ വാല്യൂ ആയിരിക്കണം, അതായത് ഒറ്റയുടെ വാല്യൂ ആയിരിക്കണം ആൻസറിൽ എഴുതേണ്ടത്. ബാക്കിയുള്ള ടെൻസിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കണം. ഇപ്പുറത്ത് ശിഷ്ടമായിട്ട് കൊടുക്കണം. അപ്പോൾ 6ഉം 1ഉം 7. 7നോട് 2 കൂട്ടുമ്പോൾ എത്ര വരും? 9. ഇതിൻ്റെ ആൻസർ എത്രയാണ്? 97 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 98 + 79. 98 എന്ന് പറയുമ്പോൾ 98 + 79.
സോ ഇത് നേരത്തെ നമ്മൾ ചെയ്തതാണ്. എന്താണ് 8ഉം 9ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? വേഗം ഒന്ന് കൂട്ടിയേ. 8ഉം 9ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ചാൽ എഗെയിൻ 17 തന്നെ കിട്ടും. അപ്പോൾ വൺസിൻ്റെ വാല്യൂ ഇവിടെ എഴുതുക. ടെൻസിൻ്റെ എന്തെടുക്കുക? ഇപ്പുറം ശിഷ്ടം ഇട്ട് കൊടുക്കുക. 9 1 10. 10 + 7 എത്രയായിരിക്കും? 17. അപ്പോൾ ആൻസർ എത്രയാണ്? 177. അടുത്തത് 9 + 8 സെയിം തന്നെയാണ്. എത്രയാണ് കിട്ടണത്? 17 തന്നെയാണ് കിട്ടണത്. ശിഷ്ടം 1 നമ്മളിവിടെ കൊടുക്കും. അപ്പോൾ 9ഉം 1ഉം കൂടി എത്രയാകും? 9ഉം 1ഉം കൂടി 10 ആകും. 10നോട് 5 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 15 കിട്ടും. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് എന്താണ് ഇവിടെ എഴുതുക. കാരണം എന്താണ്? ഇപ്പുറത്ത് വേറെ സംഖ്യയൊന്നും ഇല്ലല്ലേ. അപ്പോൾ എന്താണ്? മുഴുവനായിട്ടും നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. അടുത്തത് വന്നത് 3 ഡിജിറ്റ്. എന്താണ്? 3 സംഖ്യകളാണ്. 3 സംഖ്യകളുള്ള നമ്പേഴ്സാണ്. അപ്പോൾ അതിലാദ്യം നമ്മൾ എങ്ങനെ തുടങ്ങണമെന്ന് വെച്ചാൽ ആദ്യം എത്രയാണ്? 9 9. 9 9 എങ്ങനെയാണ്? 9 × 2 18 അല്ലേ. 9 + 9 എന്താണ്? 18 ആണ്. അപ്പം അതിൻ്റെ 8 നമ്മളിവിടെ എടുത്ത് എഴുതണം. ഒന്ന് എന്ത് ചെയ്യണം? ഒന്ന് ഇവിടെ ശിഷ്ടം കൊടുക്കണം. ആർക്ക് ശിഷ്ടം കൊടുക്കണം? 6ന് ശിഷ്ടം കൊടുക്കണം. അപ്പം 6ഉം 1ഉം 7. 7നോട് 3 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10. 10ൻ്റെ 10 ഫുള്ള് നമുക്ക് നേരത്തെ പോലെ ഇവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഇപ്പുറം ഇനിയും ഡിജിറ്റ്സ് ബാക്കിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നേരത്തെ പോലെ തന്നെ വൺസ്. 10ൽ ഏതാണ് വൺസ്? 0. 0 ഇവിടെ എഴുതുക. 1 നേർക്ക് കൊടുക്കുക. 1 ഇപ്പുറം കൊടുക്കുക. അപ്പോൾ 1 + 1 എത്രയാണ്? 2. 2 + 5 എത്രയാണ്? 7. അപ്പോൾ എൻ്റെ ആൻസർ എത്രയാണ്? 708. അടുത്തത് ഇതേപോലെ തന്നെ എന്താണ്? 3 ഡിജിറ്റ് നമ്പറാണ്. അതിൽ ഫസ്റ്റ് വന്നത് എന്താണ്? 5ഉം 7ഉം ആണ്. 5ഉം 7ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 12 കിട്ടും. 12ന് 1 ഇവിടെ കൊടുക്കണം. ഇവിടെ കൊടുക്കണം. അപ്പോൾ ഈ 1 നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യണം? 4ന് കൊടുക്കണതിന് പകരം നേരെ 9ന് കൊടുക്കുക. അപ്പോൾ എന്താവും? അത് 10 ആവുമല്ലേ. 10നോട് 4 കൂട്ടി 14 കണ്ട. അപ്പോൾ നമ്മൾ 5 കൂട്ടിയിട്ട് പിന്നെ 9 ഇട്ട് കൈ കൂട്ടാൻ നിൽക്കണ്ട. നേരെ 9ന് 1 കൊടുക്കുക. അപ്പോൾ എന്താണ്? 10 ആയി. സോ 10 + 4 14. ബാക്കി എന്താണ്? ഇതുപോലെ 14ന് ശിഷ്ടം വരും. 6ന് 1 കൊടുക്കുക. അപ്പോൾ 6 ഇവിടെ എന്താവും? 7 ആയിട്ട് മാറും. 7ഉം 8ഉം എത്രയായിരിക്കും? 15. ഇനി ഇതേപോലെ തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് 3ഉം 5ഉം. 3ഉം 5ഉം എത്രയാണ്? 8. ഇതിന് ശിഷ്ടമൊന്നും വന്നില്ല. അപ്പോൾ നമുക്ക് എന്താണ്? വേഗം അടുത്ത ഡിജിറ്റിലേക്ക് കിടക്കാം. 2ഉം 4ഉം എത്രയാണ്? 6. 4 7 എത്രയാണ്? 11. ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് ശിഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? വൺസിൻ്റെ മാത്രം ഇവിടെ എടുത്ത് എഴുതുക. 1 ഇവിടെ കൊടുക്കുക. എന്തായി? 9 ആയി. 2 9. അതായത് 2 × 9. 2 × 9 എത്രയാണ്? 18. ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.